ഹേ ഗൈസിൻ്റെ പുതിയ വിളിക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ലാസ്റ്റ് ടൈം ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗിലെയും ഈ ട്രവർ റേസ് വെച്ച് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ലാസ്റ്റ്? അപ്പോൾ ഞാനതിന് ജയിച്ച സ്റ്റിൽ ഈ മെർസിഡീസ് ടി വാഗൺ വെച്ചിട്ട്. ഇപ്പോൾ ലാസ്റ്റ് ടൈമത്തെ റൂളിൽ നിന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ജയിക്കുന്ന ആൾക്ക് എല്ലാ വണ്ടിയും കിട്ടും. മീൻസ് വേറൊരാളുടെ വണ്ടിയും കിട്ടും, പങ്കെടുക്കുന്ന മറ്റേ ആളുടെയും. അപ്പോൾ ഞാൻ ജയിച്ചു. എനിക്ക് എൻ്റെ ഡിഫൻഡറും തിരിച്ചു കിട്ടി, പിന്നെ സിയാര തിരിച്ചു കിട്ടി. ഈ നമ്മുടെ സിറ്റിയിൽ ടാറ്റയുടെ ഒരു വണ്ടിയും ഇല്ലായിരുന്നു. ടാറ്റയുടെ ആദ്യത്തെ വണ്ടിയായിരുന്നു. പക്ഷേ ഈ സിറ്റിയിൽ ടാറ്റയ്ക്ക് ഒരു വണ്ടിയില്ലായിരുന്നു. ഇപ്പം ലാൻഡ് റോവറിൻ്റെ ഡിഫൻഡറുണ്ട്, മെർസിഡീസിൻ്റെ ജി വാഗൺ ഉണ്ട്, അതുപോലത്തെ വണ്ടിയൊക്കെ ഉള്ളൂ. അതുപോലെ ടാറ്റ എന്ന ബ്രാൻഡിൻ്റെ പ്രൊഡക്ഷൻ നമ്മുടെ സിറ്റിയിൽ ഇല്ലായിരുന്നു. ഈ സിയാരയാണ് ആദ്യത്തെ വണ്ടി. അതൊക്കെ പോട്ടെ, ഇന്നത്തെ നമ്മുടെ ജോലി എന്താണെന്ന് വെച്ചാൽ, ഞാൻ ലാസ്റ്റ് വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒരു ഷെഡ് കെട്ടണം. ഷെഡ് കെട്ടാൻ പണി ഇന്നെനിക്ക് ആളെ വിളിക്കണം. അതാണ് ഇന്നത്തെ പണി. അപ്പം ഞാൻ ആളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഡ്രിങ് 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 ഡ്രിങ്. ഹലോ. ഹലോ ഫ്രാങ്ക്ലിനെ. ചേട്ടാ, എൻ്റെ വീട്ടിലൊരു ഷെഡ് കെട്ടണമെന്ന്. ഇന്ന് ഫ്രീ ആണോ, വരാൻ പറ്റുമോ? പിന്നെ എന്താ, ഞാൻ വരാമല്ലോ. ഞാൻ പിന്നെ എന്തായാലും വണ്ടികളൊക്കെ ഇങ്ങ് മാറ്റാം. ഞാൻ വേറൊരു സ്ഥലത്ത് പോയി നിൽക്കാം. നിങ്ങൾ പണി കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി, കാരണം പൊടി അലർജി ഉണ്ട്. അങ്ങനെ മതി ഫ്രാങ്കിന്, അങ്ങനെ മതി. ഞാൻ ഇപ്പം അങ്ങോട്ട് വരാം. ഓക്കെ ചേട്ടാ, ശരി. ഓക്കെ ഗൈസ്, ഞാൻ ഇപ്പോൾ ആളെ വിളിച്ചിട്ടുണ്ട്. ആളിപ്പോൾ ഇങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞത്. അപ്പം ആളിപ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം അയ്യോ, എനിക്ക് പറയാൻ കിട്ടുന്നില്ല. ആളിപ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു ഗൈസ്. അപ്പം നമുക്ക് വണ്ടിയൊക്കെ ഒന്ന് മാറ്റണം. ഞാൻ ആലോചിക്കുന്നത്, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീടുണ്ട്, കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി നിൽക്കാം. ഞാൻ പൊടി എനിക്ക് അലർജിയാണ്. വണ്ടി ഞാൻ ട്രക്കിൽ കയറ്റി കൊണ്ടുപോകുന്നില്ല, ട്രക്കിലൊന്നും കയറ്റുന്നില്ല, കാരണം പാടാണ്. ഇവിടെ എല്ലാം ഇട്ടിട്ട് പോകാം. കവറുണ്ട് എൻ്റെ കയ്യിൽ. നമുക്ക് സിയാർ എടുക്കാം, നമ്മുടെ പുതിയ വണ്ടിയല്ലേ, പുതിയതിനെ ഇഷ്ടം നശിപ്പിക്കണ്ട. മെർസിഡീസ് ടി വാഗണോ അത് തന്നെ, കുഴപ്പമില്ല. ഇപ്പം നമുക്ക് ആദ്യം വണ്ടി എടുത്ത് പുറത്തിടാം. അല്ലെങ്കിൽ വേണ്ട, പുളി വന്നിട്ട് അല്ലെങ്കിൽ വേണ്ട, ഇപ്പം എടുത്ത് പുറത്തിട്ടേക്കാം. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ഒന്ന് വിളിച്ചു പറഞ്ഞായിരുന്നു ഇന്ന് പണിയുടെ കാര്യമേ. അപ്പം അവൻ്റെ ഗോഡൗണിൽ കൊണ്ടിടാം വണ്ടി, അപ്പം സേഫാണ് വണ്ടി. അവിടെ ആൾക്കാരുണ്ട്, ആരും മോഷ്ടിക്കട്ടില്ല, നല്ല ആൾക്കാരാണ്. അവൻ്റെ ഗോഡൗണിൽ കൊണ്ടിടാം. ആ ഫ്രണ്ടിൻ്റെ വീട്ടിൽ തന്നെ ഞാൻ സ്റ്റേ ചെയ്യാൻ പോകുന്നു. നാളെ കൊണ്ട് തീർക്കാൻ പറ്റുമായിരിക്കും ഈ പണി. നമുക്ക് ഇവിടെ ട്രക്കൊക്കെ അപ്പുറത്തെ സൈഡിലാണ്. ട്രക്കൊക്കെ ഉണ്ട് ഈ ഗോഡൗണിൽ, പക്ഷെ ട്രക്ക് അപ്പുറത്തെ സൈഡിലാണ്. നമുക്ക് നമ്മുടെ വണ്ടി എന്തായാലും ഇവിടെ ഇട്ടേക്കാം. ഞാനതൊക്കെ സിയാർ എടുത്തോണ്ട് പോകാനാണ്. ഡിഫൻഡർ ഇവിടെ ഇട്ടിട്ട് പോകാം. കീ ഞാൻ വിളിക്കാൻ പോകും, അത് കുഴപ്പമില്ല, സേഫാണ്. കീ കൊടുക്കാൻ അത്ര ഒരു വിശ്വാസമില്ലായ്മയില്ല, എന്നാലും സേഫ്. മറ്റേ നമുക്ക് ചോദിച്ചു വാങ്ങിക്കണ്ടേ. തണലത്തിട്ടേക്കാം വണ്ടി. കുറച്ച് ഇങ്ങോട്ട് കയറ്റാം. ഓക്കെ, ഇങ്ങനെയാണ് നോട്ട് വണ്ടി. ഓക്കെ, ഞാൻ ഇനി പോയി എൻ്റെ മെർസിഡീസ് ജി വാഗണും കൂടെ എടുത്തിട്ട് വഴത്തെ ഇവിടെ നമുക്ക് മതിൽ ചാടാം ഗൈസ്, മതിൽ ചാടാം. ഇതിനവിടെ നടന്ന് സമയം കളയുന്നത്. മടിച്ചാടാം. അയ്യോ, തലടിച്ചൂണേ. കുറച്ച് ചോര കിട്ടുണ്ട്. സീനില്ല, എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഒരു മതിലും കൂടെ ചാടണം. ഓക്കെ, ഇവിടെ വന്നു. അയ്യോ, ഞാൻ പിന്നെയും തലടിച്ചൂണേ. ഇവിടെയും സീനുണ്ട്. നമുക്കൊന്നും കുഴപ്പമില്ല. 2 വർഷം തലയടിച്ചിരുന്ന കുറച്ച് ചോരയും പോയി. സീനില്ല. ഈ ജി വാഗൺ അത് എടുത്ത് ഗോഡൗണിൽ കൊണ്ടിടാം. ഓക്കെ, ഇപ്പോൾ കാറ് ഫോണൊക്കെ വാങ്ങിക്കുമ്പോൾ എന്തായാലും നോക്കണം കഴിച്ച്. കാറ് വാങ്ങിക്കുമ്പോൾ കുഴപ്പമില്ല, മെയിനായിട്ട് ഐഫോണൊക്കെ അവർ സ്കാം ചെയ്യും. നമ്മൾ ഈ കാർസൊക്കെ ഹോം ഡെലിവറി അല്ലെന്നല്ല, ഹോം ഡെലിവറി അങ്ങനെയൊക്കെ വയ്ക്കുകയാണെങ്കിലും നോക്കാം. മാത്രമല്ല, ഈവൻ ടാറ്റയുടെ ആൾട്രോസ് ഇല്ലേ, അതിനെന്തോ
ചിലപ്പോൾ എല്ലാം പ്രശ്നം വരും. പക്ഷെ കമ്പനി അത് കാര്യമായിട്ട് എടുക്കട്ടെ, കുഴപ്പമില്ലെന്ന് കസ്റ്റമറിനോട് പറയും. വണ്ടി നമ്മൾ നോക്കണം. ഇപ്പോഴേ ഒരു ബെസ്റ്റ് തിങ് എന്താണെന്നറിയോ, ഇതൊക്കെ എനിക്ക് ഫ്രീ ആയി കിട്ടിയ വണ്ടിയാണ്. ഡിഫൻഡർ ഒഴിച്ച് സിയാരയും ഈ വാഗണും ഈ ട്രവറിൻ്റെ കാശ് കൊണ്ട് എനിക്ക് കിട്ടിയ വണ്ടിയാണ്. അയ്യോ, ഈ ട്രവറിൻ്റെ വീട്ടിൽ പോയി നിന്ന് അവൻ നിൽക്കാൻ സമ്മതിക്കത്തില്ല. റേസൊക്കെ ജയിച്ചുകൊണ്ട്. അയ്യോ, ഞാൻ പിന്നെയും തലച്ച് വീണേ. ഇത് എത്രമാരെ സ്ഥിരമാണല്ലോ. ഒന്നും കൂടെ നമുക്ക് മതിൽ കടണം. മതിൽ കാടിയാൽ കുഴപ്പമില്ല. അയ്യോ, എനിക്ക് വയ്യേ. ആരെങ്കിലും എന്നെ അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടു. ഞാൻ ചുമ്മാ ഓക്കെ, നമുക്കിനി അകത്ത് നിന്ന് കുറച്ച് നേരം തീ കണ്ടുകൊണ്ടിരിക്കാം. വണ്ടി ഞാൻ അവിടെ കൊണ്ടിട്ടിട്ട് ലോക്ക് ചെയ്ത് കീ എടുത്തിട്ടുണ്ട്. 2 വണ്ടിയുടെയും എൻ്റെ പോക്കറ്റുണ്ട്. നമുക്ക് നീ കുറച്ച് നേരം സിനിമയും തീ വയ്ക്കാം. നീ എൻ്റെ ബാഗും കൂടി ഒന്ന് പാക്ക് ചെയ്യണം. ഇപ്പോൾ കുറച്ച് മിനിറ്റ് കാണാം. ഓക്കെ ഗായ്സ്, ഞാൻ ഇവിടെ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചായിരുന്നു. ടി വി ഒക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഫോൺ വന്നായിരുന്നു. ആ ചേട്ടൻ വന്നെന്നാണ് തോന്നുന്നത്. ഞാൻ വീടൊക്കെ എല്ലാം പൂട്ടി വെച്ചിട്ടുണ്ട്. ഈ മെയിൻ ഡോറും കൂടെ നമുക്കങ്ങ് പൂട്ടാം. മെയിൻ ഡോറ് നമ്മൾ പൂട്ടിയിട്ടുണ്ട്. ഇനി പുറത്തോട്ട് പോകാം. കീ എല്ലാം ഉണ്ടായില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പുറത്ത് മാത്രമേ ഇവർക്ക് ആക്സസ് കിട്ടുള്ളൂ. വന്നാ ചേട്ടാ. ആടാ ഫ്രാങ്ക്ലിനെ, ഞാൻ വന്നടാ. ഓക്കെ ചേട്ടാ. പണിക്കാരൊക്കെയോ? അവർ പിറകെ വരുന്നുണ്ട്. നിനക്ക് മാറേണ്ട സ്ഥലത്തേക്ക് പോയിക്കോ. വീടുണ്ടെങ്കിൽ ഈ ഷെഡ് കെട്ടിയിട്ട് ഞാൻ നിന്നെ വിളിക്കാം. എല്ലാം സെറ്റായിട്ട്. ഓക്കെ ചേട്ടാ, ഞാൻ ഇറങ്ങാണേ. ഓക്കേടാ ഫ്രാങ്ക്ലിനെ. ഓക്കെ, നമുക്കെന്തായാലും ഇറങ്ങാം ഗൈസ്. ഇന്നുകൊണ്ട് തീർത്തരാന്ന ആ ചേട്ടൻ പറഞ്ഞത്. അല്ല, അത് കൺഫേം അല്ല. ഞാൻ ഒന്ന് ചോദിച്ചു ചേട്ടാ. എന്താണ് ഫ്രാങ്ക്ലിനെ? പണി ഇന്നൊന്നും തീർക്കാൻ പറ്റുമല്ലോ അല്ലേ? തീർത്തരാം. ഓക്കെ ചേട്ടാ. ചേട്ടൻ കൺഫേം ആണ് ഇങ്ങോട്ട് തീർത്തരാൻ പറ്റുന്നത്. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടില്ലേ, അവിടെ എൻ്റെ ഫ്രണ്ട് ഉണ്ടോയെന്ന് അറിയത്തില്ല. അവൻ ഇപ്പം ജോലിക്ക് പോയേക്കാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. വീട്ടിൽ അവൻ കാണുമെന്ന് എനിക്കറിയത്തില്ല. അവൻ്റെ വീടിൻ്റെ എക്സ്ട്രാ കീ എൻ്റെ കയ്യിലുണ്ട്. അത് കുഴപ്പമില്ല, തുറന്ന് കയറാൻ പറ്റും. അവൻ്റെ വീട്ടിൽ പിന്നെ ഗേറ്റൊക്കെ ഉണ്ട്. എൻ്റെ വീട്ടിൽ, എൻ്റെ പഴയ വീട്ടിൽ ഗേറ്റുണ്ട്. ട്രവർ ഇപ്പം എൻ്റെ പഴയ വീട്ടിൽ എന്നെ കയറ്റുന്നില്ല ഗൈസ്. കയറ്റുന്നില്ല. ഞാൻ വീട് അവന് കൊടുത്തു. ഇപ്പൊ അവൻ എന്നെ കയറ്റുന്നില്ല. ഞാൻ പോയാ ഇനി അവന് ഇങ്ങോട്ട് വന്നാ ഒരിക്കലും ഞാൻ ആ വീട് കൊടുക്കത്തില്ല. ഉറപ്പ്. വില്ലേജ് വല്ലതും കൊടുക്കും. അത് നല്ല ജാടയാ ഗൈസ്. ഞാൻ തീർത്തു കൊടുക്കാം. ഇത് ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. കണ്ടില്ലേ? എൻ്റെ കൂട്ടുകാരൻ ഇവിടെ നിൽപ്പുണ്ടല്ലോ. കൂട്ടുകാരാ കൂട്ടുകാരാ. ഡാ ഫ്രാങ്ക്ലിന്, നീ വന്നാ? അയ്യോ, എൻ്റെ വണ്ടി. ഡാ ഫ്രാങ്ക്ലിന്, നീ വന്ന എന്നാ? ഞാൻ വന്നല്ലോ. നീ ഇന്ന് ജോലിക്ക് പോയാ? ഞാൻ ഇപ്പം ഇറങ്ങാ, പോവാൻ പോവാ. ഓക്കേടാ. ഓക്കേടാ ഫ്രണ്ടേ. നീ ഇതെങ്ങോട്ട് പോയി? ഇപ്പം നീ ഇപ്പം ഇറങ്ങാൻ പോവാണോ? ഞാൻ ഇറങ്ങാൻ പോവാ. നീ എന്തോന്ന് ഇപ്പം ഇവിടെ തന്നെ നടക്കുന്നത്? അത് പോകുന്ന മുമ്പേ ഒരു വാക്കെടുത്തത്. അപ്പം പെട്ടെന്ന് എത്തുമോ? പെട്ടെന്ന് പറയാൻ പറ്റില്ല. രാത്രിയാവും എത്താൻ. ഓക്കേടാ. അപ്പം ഞാൻ എന്താ പോട്ടെ? നീ കയറിക്കോ. ശരി. എൻ്റെ അയ്യോ, എൻ്റെ വണ്ടി ഗായ്സ്. എൻ്റെ സിയാര. അവൻ്റെ ഗേറ്റുണ്ട്. എൻ്റെ സിയാര നിൽക്കുന്നുണ്ടോ? ഒരു മിനിറ്റ്, താഴത്തേക്ക് ഇറക്കിയിട്ട് വരാം.
ഗായ്സ് ഞാൻ എങ്ങനെയോ വണ്ടിയൊക്കെ താഴോട്ട് എടുത്തിട്ട് എങ്ങനെ ഇട്ട് ദേവാദീനം വണ്ടി സേഫായിട്ട് ഷെഡിനകത്ത് കേട്ടാം. അതായിരിക്കും നല്ലത് ഗായ്സ്. ഞാൻ റിവേഴ്സ് എടുക്കട്ടെ. പതുക്കെ 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 ഇങ്ങോട്ട് കയറ്റാം, ഇങ്ങോട്ട് കയറ്റാം. പതുക്കെ പതുക്കെ നോക്കി 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 പതുക്കെ പതുക്കെ കറക്കാം. ഓക്കെ ഗായ്സ്, വണ്ടി ഷെഡിൽ കയറ്റി ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ മറ്റേ 2 വണ്ടി അവിടെ കിടന്ന് പൊടി അടിക്കാതിരുന്നാൽ മതിയായിരുന്നു. ഇതാ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്. ടി വി ഒക്കെ മുകളിലുണ്ട്, ടി വി ഒക്കെ മുകളിലാണ്. നമുക്ക് അയ്യോ ചത്ത് ഞാൻ. ഇവൻ്റെ സ്റ്റെപ്പ് ഇച്ചിരി പാടാ കയറാൻ വീട്ടിലത്തെ. ഇവൻ്റെ വീട്ടിലത്തെ സ്റ്റെപ്പില്ലേ ഗൈസ്, എൻ്റെ ഫ്രണ്ടിൻ്റെ ഭയങ്കര പാടാ കയറാൻ. അയ്യോ ഞാൻ അറിയാതെ മോളിൽ കയറി വന്ന്. അയ്യോ ഞാൻ വീണ്ടും തലവെച്ച് വീണേ. സീനില്ല, അത് തൊട്ട് കയറാം. വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അപ്പം ഇങ്ങോട്ട് വരാം, ഇങ്ങോട്ട് പോകാം. ഓക്കെ വരൂ, കമോൺ. അയ്യോ ഇങ്ങോട്ട് വന്നല്ലേ. ഓക്കെ ഞാൻ കുറച്ച് ടി വിയും കണ്ട് ഇവിടെ ഇരിക്കട്ടെ ഗായ്സ്. അപ്പോൾ ശരി ഗായ്സ്, രാത്രിയായി. ഇതുവരേക്കും വീട്ടിൽ വന്നില്ല. ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ ഹലോടാ ഫ്രാങ്കിളിനെ, നീ എന്താ വിളിച്ചേ? നീ ഇതുവരേക്കും എന്ത് വീട്ടിൽ എത്താത്ത? ഇന്ന് ഇച്ചിരി ടൈറ്റ് ആയിരുന്നടാ. ഇന്ന് എനിക്ക് ഇവിടെ കിടന്ന് ഉറങ്ങേണ്ടി വരും, കുറച്ച് ബിസി ആയിരുന്നു. അയ്യോ സാരമില്ലടാ, കുഴപ്പമില്ല. ഞാനിവിടെ ടീ ഒക്കെ കണ്ടു കിടക്കാം. നീ ഇവിടെ ടീ ഒക്കെ കണ്ടു. ഞാൻ മിക്കവാറും നാളെ ഇട്ടുള്ളൂ. നാളെ ലീവാ. നാളെ നീ എന്തായാലും തിരിച്ച് വീട്ടിലേക്ക് പോകത്തില്ലേ? നാളെ ഞാൻ വീട്ടിലേക്ക് പോകും. ഓക്കെ ഓക്കെ. ഞാൻ അപ്പം കട്ട് ചെയ്യട്ടെ. നീ കിടന്നായിരുന്നോ? ഞാൻ എപ്പോഴേ കിടന്ന്. നീ വിളിച്ച പോണമെന്ന് ഞാൻ ഉറങ്ങായിരുന്നു. ഉറക്കം ശല്യപ്പെടുത്താൻ സോറി. ഇപ്പം ഞാൻ എന്താ വയ്ക്കട്ടെ, വച്ചോ? ഓക്കെ ഓക്കെ ഗൈസ്, രാവിലെ ഞാൻ എണീറ്റ് പല്ലൊക്കെ തേച്ചൊന്ന് ഞാനൊന്ന് പല്ലൊക്കെ തേച്ച് റെഡി ആയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ പോയിട്ട് ഇനി കുളിക്കാം. പല്ലൊക്കെ തേച്ച് സെറ്റായി, മുഖമൊക്കെ ഒന്ന് കഴുകി. അപ്പം പണിക്കാരൻ ചേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു വീടിൻ്റെ ഷെഡ് സെറ്റായിരുന്നു. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോവാം. ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞായിരുന്നു. പിന്നെ ഒരു ദിവസം വന്ന് ഇവിടെ ഒരുമിച്ച് സ്റ്റേ നിൽക്കാം. ഇപ്പം സ്റ്റേ നിൽക്കാമെന്നല്ലായിരുന്നു പ്ലാൻ ഒരുമിച്ച്. പക്ഷേ എനിക്ക് ഇവിടെ ഒന്ന് നിൽക്കാൻ വേണ്ടിയായിരുന്നു. അവിടെ പൊടി അടിച്ച് എനിക്ക് പ്രശ്നമാണ്. അപ്പം അകത്ത് ഞാനെല്ലാം പൂട്ടിയിട്ടിട്ടുണ്ട്. അകത്തും പൊടി കയറി കാണുമെന്ന് തോന്നി. പ്രശ്നം തുമ്മല്. അതാ നമുക്കിനി എന്തായാലും വീട്ടിലേക്ക് പോകാം. സെറ്റാക്കിയെന്ന് ചേട്ടൻ പറഞ്ഞത്. നോക്കാം. അയ്യോ ഗേറ്റ് തട്ടി എൻ്റെ വണ്ടി അങ്ങനെ നിന്നു. തലകുത്തി നിന്ന് സത്യം കേട്ടു. എൻ്റെ ഇന്റീരിയറാണോ റിയലിസ്റ്റിക് ലുക്ക് തന്നെ. എങ്ങനെയാണ് അത് നമ്മൾ എന്തൊക്കെയോ ചെയ്തെടുത്തത്. ഈ ട്രവറില്ല എന്നെ കിടന്ന് വീണ്ടും ഇടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നു. നീ എന്നെ കോപിക്കുകയാണെന്ന് തോന്നുന്നു. അവൻ കോപിക്കുന്നു എന്തോന്ന്. അവൻ എന്നെ എന്താ പറയാ പ്രാഗമാണോന്ന് സംശയമുണ്ട് ഗൈസ്. ട്രവറിന് ആർക്കറിയാം. ഓക്കെ ഗൈസ്, നമ്മൾ വീട്ടിലേക്ക് എത്താറായിക്കൊണ്ടിരിക്കുക. വീട്ടിലേക്ക് എത്താറായിക്കൊണ്ടിരിക്കുകയെന്നല്ലേ എത്തി നമ്മൾ. അതുകൊണ്ട് ചേട്ട അവിടെ നിൽക്കൊണ്ടെന്ന് തോന്നുന്നു. എൻ്റെ മോനെ, നമുക്ക് പതുക്കെ കയറി നോക്കാം. ചേട്ടോയ്, ഞാനാ ഫ്രാങ്ക്ലിൻ. നീ വന്നാ? അതെ ചേട്ടാ. വീടിൻ്റെ ഇതെന്തായി? സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നീ കയറി നോക്ക്. അത്രയ്ക്കും പൊളിയാണോ? നോക്കട്ടെ.
എൻ്റെ പൊന്നെ, പറഞ്ഞതുപോലെ തന്നെ കൊള്ളാലോ ഗൈസ്. ഇവിടെ തൊട്ടുള്ള ഗ്യാപ്പ് ഇച്ചിരി പോയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, നമുക്ക് നടക്കാനുള്ള ഗ്യാപ്പേ ഉള്ളൂ. ഈ തണലത്തോണ്ട് അല്ല വെയിലത്തോണ്ട് വണ്ടി ഇടണ്ട, മുകളിൽ തുരുമ്പടിക്കും. അതാണ് പ്രശ്നം. പൊളിയാക്കി വെച്ചിട്ടുണ്ട് ചേട്ടാ. എന്താടാ ഫ്രാങ്ക്ലിന് ചേട്ടാ, ഇത് അടിപൊളിയാക്കി തന്നെ വച്ചിട്ടുണ്ട്. താങ്ക് യു എൻ്റെ പ്രാണിക്കാർ, എൻ്റെ ക്രെഡിറ്റ്. കാശ് ഞാൻ ജീപ്പേ അയച്ചിട്ടുണ്ട്. ഓക്കേടാ ഫ്രാങ്ക്ലിന്. അപ്പം ഞാൻ എന്നാ അങ്ങോട്ട് പോട്ടെ. എന്നാ ഇറങ്ങിക്കോ ചേട്ടാ. ഓക്കെ ഗൈസ്, ആ ചേട്ടൻ അങ്ങനെ പോയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ വണ്ടിയൊക്കെ കയറ്റിയിടാം. എൻ്റെ മറ്റു 2 വണ്ടി അവിടെ സേഫാന്ന് വിചാരിക്കുന്നു. സിയാര ഐശ്വര്യമായിട്ട് വീടിൻ്റെ അകത്തേക്ക് അങ്ങ് കയറ്റാം ഐശ്വര്യമായിട്ട്. ഇവിടെ ഈ ഭാഗത്ത് നടക്കാനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ. അത് കുഴപ്പമില്ല, വണ്ടി അങ്ങോട്ടുണ്ട് ഇടണ്ട, ഇല്ലെങ്കിൽ അത് പ്രശ്നമാണ്. വെയിലത്ത് സ്റ്റൈലിലെല്ലാം കൊണ്ട് ഇട്ടാലും വണ്ടി വെയിലത്തെടുക്കും, അതാണ് പ്രശ്നം. ഇപ്പോൾ തണലത്താണല്ലോ. ഞാൻ നോക്കട്ടെ, ഇങ്ങോട്ടൊക്കെ സേഫാണ്. നോക്കി പാർക്ക് ചെയ്യണം, വെയിലടിക്കാത്ത രീതിയിൽ കൊണ്ട് പാർക്ക് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഗോഡൗണിൽ പോയി മറ്റേ 2 വണ്ടികൾ എടുത്തുകൊണ്ട് വരാം ഗൈസ്. മതിൽ ചാടിപ്പോ. ഓക്കെ, അയ്യാ ഞാൻ തലയിടിച്ച് വിചാരിച്ചതുകൊണ്ട് സംഭവിച്ചു. ഞാൻ ആദ്യം പറയാൻ നിൽക്കുകയായിരുന്നു, അപ്പോൾ വീണില്ലല്ലോ ഉണ്ടായിരുന്നു. പക്ഷെ വീണ്. നമ്മുടെ മറ്റേ 2 വണ്ടി അവിടെ സേഫാണെന്ന് വിചാരിക്കുന്നു. ഐ ഡോണ്ട് നോ. കുറച്ച് നടക്കാൻ എനിക്ക് നടക്കാൻ എന്ത് കുഴപ്പം. അത് പൊയ്ക്കള് മതിലാടാം. എന്നിട്ട് അവിടെ തന്നെ കിടപ്പുണ്ട് എൻ്റെ 2 വണ്ടി. ഇനി നമുക്ക് G-Wagon എടുത്തോണ്ട് പോകാം ഗൈസ്. G-Wagon ഡിഫൻഡർ നടക്കൊണ്ട് ഇടാം, അതല്ലേ പഴയ വണ്ടി. ഡിഫൻഡർ നടക്കിട്ടിട്ട് ഇത് രണ്ടും ഡിസൈഡ് ഇടാം. ഓക്കെ, ഞാൻ അൺലോക്ക് ചെയ്തു. കീ എൻ്റെ കയ്യിലായിരുന്നു, അത് കുഴപ്പമില്ല, പോകാം. നമുക്കിനി ഒരു വീഡിയോയിൽ നമ്മുടെ ഈ വണ്ടികളുടെയൊക്കെ ടോപ്പ് സ്പീഡ് ഒന്ന് ചെക്ക് ചെയ്യണം ഗൈസ്. ഈ ട്രവർ ഇനി പുതിയ വല്ല റേസ് കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ ക്രോർപ്പതിയാവും. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അങ്ങ് ഗ്രീഡി ആവാൻ പാടില്ല ഗൈസ്. ഗ്രീഡി ആയാൽ ചിലപ്പോൾ എനിക്ക് കിട്ടത്തില്ല. ആ ഒരു ബ്ലസ്സിങ് വേണം, എന്നാലേ കിട്ടത്തുള്ളൂ. ഓക്കെ, ഐശ്വര്യമായിട്ട് കയറ്റാം. കറിക്കോളൂ. എൻ്റെ അമ്മ. ഓക്കെ, അയ്യോ അവിടെ ഇവിടുത്തെ മതി. ഓക്കെ, ഇനി ഞാൻ എൻ്റെ ഡിഫൻഡർ എടുത്തോണ്ട് വരട്ടെ ഗൈസ്. പിന്നെ ഈ ഗെയിമിൽ നമുക്ക് ടാറ്റയുടെ വണ്ടി ഒന്നും ഇല്ലാന്ന് ശരിക്കും പറഞ്ഞാൽ. ഇത് ടാറ്റ സിയാര എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ സിറ്റിയിലത്തെ ആദ്യത്തെ ടാറ്റയുടെ വണ്ടിയായിരുന്നു. ടാറ്റയ്ക്ക് നമ്മുടെ സിറ്റിയിൽ മുന്നേ നമ്മുടെ സിറ്റിയിൽ ടാറ്റ എന്ന് പറഞ്ഞ കമ്പനിയേ ഇല്ലായിരുന്നു. ഇപ്പോഴാ വന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് ടാറ്റയെ പറ്റി വേറെ സിറ്റിയിലൊക്കെ. ഇന്ത്യയിലെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ടാറ്റ ഉണ്ട്, പക്ഷെ നമ്മുടെ സിറ്റിയിൽ ടാറ്റ ഇല്ലായിരുന്നു. അതാണ്. വേറെ എവിടെയൊക്കെ ടാറ്റ ഉണ്ട്, പക്ഷെ നമ്മുടെ സിറ്റിയിൽ ഇല്ല. ഇത് ഇന്ത്യ തന്നെയാണ്, നമ്മുടെ സിറ്റിയിൽ ടാറ്റ ഇല്ലായിരുന്നു. അതാണ്. ഇത് ആദ്യത്തെ വണ്ടിയാ. ഓക്കെ, ടാറ്റ സിയാര. പിന്നെ ടാറ്റ ഒഴുക്കി നോക്കുകയാണെങ്കിൽ വേറെ നമ്മുടെ ഈ സിറ്റിയിൽ വേറെ ഒരു വണ്ടി ഇല്ലാത്ത ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ റിനോൾട്ടിൻ്റെ ആണ്. റിനോൾട്ടിൻ്റെ ഒരു വണ്ടി നമ്മുടെ റിനോൾട്ടിൻ്റെ ഹോണ്ടയുടെ വണ്ടിയില്ല, ഹോണ്ടയുടെ വണ്ടിയില്ല, പിന്നെ നിസാൻ്റെ വണ്ടിയില്ല. പല വണ്ടി നമ്മുടെ സിറ്റിയിലില്ല. ഇവിടെ ഫുള്ള് എക്സ്പെൻസീവ് വണ്ടി കിട്ടും.
ഞാൻ സെറ്റാക്കാം. എന്നിട്ട് ആരും എന്നെ വിളിക്കുന്നുണ്ടല്ലോ. എടോ ഫ്രാങ്ക്ലിനെ, നിനക്ക് എന്തെങ്കിലും വന്ന് നിനക്ക് അവസാനം എന്തെങ്കിലും പറ്റും. നിന്റെ ഷെഡ് ഞാൻ പൊളിച്ചെടുക്കും. നിന്റെ വീടിന് എന്തെങ്കിലും പറ്റുവാടാ ഫ്രാങ്കിന് വെച്ചിട്ട് പോടാ ഫ്രാങ്കിന്. ഈ ട്രെവറിനെന്ത് വട്ടായ കുറെ നേരമായിട്ട് എന്നെ കിടന്ന് വിളിക്കുക. അവൻ തന്നെ കൊണ്ടുവന്നിട്ട് അവൻ തന്നെ പെടുന്നു. ഇല്ല, എന്നെ കുറ്റം പറയുന്നത് എന്താ കാര്യം? എനിക്ക് ലക്കുണ്ട് അത്രയാണ്. അവന് ലക്കില്ലാത്തതാണ് എന്താ പറയുക, എന്നോട് ദേഷ്യമാണ് ഓരോ കാര്യങ്ങൾ. അപ്പം അത്രേ ഉള്ളൂ ഗൈസ് ഈ വീഡിയോ. നമ്മുടെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഷെഡ് അപ്പുറത്തെ സൈഡിൽ വേണമെങ്കിൽ ഒന്നും പണിയാം, പക്ഷെ വേണ്ട, ഇവിടെ മാത്രം മാറ്റി. ഈ വണ്ടികളൊക്കെ നിറച്ച് നമ്മൾ ഭാവിയിൽ വാങ്ങിച്ച്, അല്ല അങ്ങനെ കാണത്തില്ല, ട്രവർ തന്നെ വണ്ടി അങ്ങനെ ആയിരിക്കും. ഭാവിയിൽ നമുക്ക് കൂടുതൽ വണ്ടി ഉണ്ടെങ്കിലേ അപ്പോൾ അപ്പുറത്തെ സൈഡിൽ പണിയാം. ഇപ്പം ഇത് തന്നെ ധാരാളം, നമുക്ക് ഇവിടെ ഷെഡ് സെറ്റായാലും. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്യാം. അപ്പം പുതിയ വീഡിയോസ് കാണുന്നവരെ ഗുഡ് ബൈ ഗായ്സ്.